ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ കറി സാമ്പാർ. ഓണത്തിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടാക്കുന്നതാണ് ഇന്ന് സാമ്പാർ. നല്ല സാമ്പാർ ഓണം പ്രമാണിച്ചുള്ള സാമ്പാർ. അതെ, സാമ്പാർ ഓണം സ്പെഷ്യൽ സാമ്പാർ. ഇതിൽ മുരിങ്ങാക്കായ ഉണ്ട്, പിന്നെ ഏകദേശം എല്ലാ ഇൻഗ്രീഡിയൻസും പച്ചക്കറിയൊക്കെ ഇട്ടിക്കണു. പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒക്കെ കിട്ടൂല. സാമ്പാർ പച്ചക്കറി ഇത് പിന്നെ ഇത് ശുദ്ധമാണ്. ചെറുപയറും തക്കാളി. ഇത് പിന്നെന്താ? ക്യാപ്സിക്കനാണ്. ഇത് മുളപ്പിച്ച ചെറുപയറാണ്. ഓക്കെ, അതെ അതെ, അതാണ് ഇതിന്റെ പ്രത്യേകത. ഡയറ്റിങ് സ്പെഷ്യൽ. ഇത് ഇവിടുത്തെ മെയിൻ രണ്ട് ഡയറ്റിങ്ങിന്റെ ആൾക്കാരുണ്ട്, ഓൽക്കില്ലതാ. ഈ കട്ടിങ്സ് ഒക്കെ നീളത്തിലാണ്. അതെ, ഐറ്റംസ് ഒക്കെ നീളത്തിൽ കട്ട് ചെയ്ത് കട്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ട്. എല്ലാ പച്ചക്കറികളും ഉപയോഗിക്കില്ല. ഇതാണ് ഉറപ്പുള്ള ടൈപ്പ് പച്ചക്കറികളാണ് അതെ. ഇനി ഒരു 3-4 ഇൻഗ്രീഡിയൻസും കൂടി ഉണ്ട്. നമ്മള് ഓണസദ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റമാണ്. നമ്മളോട് കൂടുതൽ കഴിക്കുന്ന സാധനമാണ്. ഭയങ്കര ടേസ്റ്റിയാണ്, ഭയങ്കര ഹെൽത്തിയാണ്. സാമ്പാറിന്റെ ചില ആൾക്കാർക്ക് സാമ്പാറിനേക്കാൾ ഇഷ്ടം അവിയലാണ്. അതൊക്കെ അവിയൽ എത്ര ദിനം. അതെ, സാമ്പാർ റെഡി ആയി നിൽക്കുന്നുണ്ട്. ഇതിന്റെ പേരെന്താ? അവിയലല്ലേ? അവിയലല്ലേ ഇത്? സ്കൂളിൽ ചേർക്കുമ്പോ അവിയൽ നട്ടത് അല്ലേ? ഇതെന്താ ബിലാൽക്ക? കൂട്ടുകറി. ഇത് കേബേജ് അല്ല. കേബേജ്. ഓണം പ്രമാണിച്ചിട്ട് സദ്യകൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് എന്താണ് ബിലാൽക്ക? സാമ്പാർ. അടുത്തത് അവിയൽ. പിന്നെ വേറെ ഐറ്റം ഉണ്ട്, കൂട്ടുകറി. പിന്നെ അടുത്ത മെയിൻ ഇൻഗ്രീഡിയന്റ് കേബേജ് തോരൻ. ഇനി അടുത്ത് അങ്ങോട്ട് നോക്കൂ. സാമ്പാറും പായസവും. അടുത്തതാണ് കട്ട വെയിറ്റിംഗ്. അതെ, നന്നായി വേവണം പാൽ. എത്ര ആൾക്കില്ലുണ്ടോ? വെളുത്ത കളറുള്ള പാലിന് ഞങ്ങൾ മഞ്ഞ കളറാണ്. ഏകദേശം മഞ്ഞ അതിന് ശേഷം ഇത് വെന്ത് കഴിഞ്ഞ ഒരു റോസ്റ്റ് പരുവത്തിലാണ്. ഇതിപ്പോ 25 ആൾക്കൊക്കെ തയ്ക്കും. ഇതിപ്പോ ഒരു 50 ആൾക്ക് വിളിക്കാനുള്ള പായസം. ഏകദേശം ഈ പാത്രത്തിന്റെ വലിപ്പം ഈ പാത്രത്തില് എത്ര ലിറ്റർ പാലാ? പാല് 5-6 ലിറ്റർ പാലിന്. വെറും പാലിന് മാത്രം ഉണ്ടാക്കുന്നത്. വെള്ളം എന്ന് പറഞ്ഞാൽ ഇതിൽ ചേർത്തിട്ടില്ല. ശുദ്ധമായ പാല്. അത് പറഞ്ഞാല് ഇവിടുത്തെ വെറുതെ അലയിലെ പാലാണ്. അലയിലിന്റെ പ്രത്യേകത എന്താണോ? സ്വന്തം യുവയുടെ സ്വന്തം പാലാണ്. സൗദിയിൽ നമ്മള് അൽമറായിൽ നിന്ന് ഇറക്കില്ല. അലയിൽ പറഞ്ഞാൽ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോ കഴിഞ്ഞു കാത്തിരിക്കാം. പുളിയിഞ്ചിക്കില്ല, നമ്മളങ്ങനെ ആക്കിയും കൊണ്ട് നിൽക്കാണ്. വാടി വരുന്നുണ്ട്. ഇത് നീ മിക്സിയിലിട്ട് ഇറക്കോ? ഇതിക്ക് ഇനി എന്തൊക്കെ ചേർക്കാന്? പുളികൾ കലക്കി ഒഴിക്കാണ്ട്, ശർക്കര ഒഴിക്കാണ്ട്, പിന്നെ വറുത്തൊഴിക്കാണ്ട്. മൊത്തം അയച്ചാണല്ലേ? ഇനി എത്ര? ഇത് ഏകദേശം 10 മേലെ കളക്കും. പുളിഞ്ചിക്കില്ല, പുളി ഇട്ടിട്ടുണ്ട്. ഞാൻ ഇന്ന് 5-ാം തീയതി അല്ലേ? ഇതാണ് ഞാൻ ലാസ്റ്റ് കേക്ക് കഴിച്ചത്. ഞാനേ ഞാൻ ചോദിച്ചാലോ?